എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്ന് ആത്മീയ ദിന ആശംസകൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് നിങ്ങളെല്ലാവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും ആധ്യാത്മിക ദിനത്തിൻ്റെ ആശംസകൾ ആദ്യം തന്നെ നേരട്ടെ. ഇനി നമുക്ക് ആധ്യാത്മിക ദിനത്തെക്കുറിച്ച് പറയാം. ഇന്ന് ഏപ്രിൽ 1 ഏപ്രിൽ 1 ആധ്യാത്മിക ദിനമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ല ആധ്യാത്മിക ജില്ലയായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നമുക്ക് അങ്ങനെ പ്രഖ്യാപിച്ചതാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഡോക്ടർ ശ്യാം ചൈതന്യ എന്ന് പറയും, അവരുടെ ഭാര്യ ശ്രുതി, ഇവർ ചേർന്ന് എല്ലാവരും ചേർന്നാണ് ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ പാലക്കാട് ജില്ലയ്ക്ക് ആധ്യാത്മിക ജില്ല എന്നൊരു പേര് നമുക്ക് കിട്ടിയ ദിവസമാണ് ഏപ്രിൽ 1 ആധ്യാത്മിക ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയത്. നമ്മളിപ്പോൾ മാതൃദിനം ആചരിക്കുന്നുണ്ട്, വനിതാ ദിനം ആചരിക്കുന്നുണ്ട്, അതുപോലെ പിതൃദിനം ആചരിക്കുന്നുണ്ട്, അതുപോലെ സ്നേഹത്തിൻ്റെ ദിനം എല്ലാം നമ്മൾ ആചരിക്കാറുണ്ട്, ലവിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്മീയ ദിനം നമുക്കില്ലായിരുന്നു. അത് നമ്മൾക്ക് കിട്ടിയത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഈ ഏപ്രിൽ 1 എന്താണ് ആത്മീയ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? അന്ന് നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക. എല്ലാവരും അവരവരുടെ വീടിനടുത്തോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷം, ഇപ്പോൾ ആഗസ്റ്റ് 15 വന്നു, നമ്മൾ ആഘോഷിക്കാറില്ലേ? നമ്മുടെ സൊസൈറ്റിയിലായാലും സ്കൂളിലായാലും നമ്മുടെ വീടിൻ്റെ പരിസരത്തായാലും ക്ഷേത്രത്തിലായാലും നമ്മളത് ആഘോഷിക്കും അല്ലേ? അതുപോലെ ഈ ആത്മീയ ദിനം എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയി സംഘടനകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും അന്നത്തെ ദിവസം എന്തെങ്കിലും നാരായണീയം വായനയോ ഭാഗവതം വായനയോ ഭഗവത്ഗീത വായനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഈ ആധ്യാത്മിക ദിനം ആചരിക്കണം എന്ന് ഞാൻ പറയുന്നു എല്ലാവരോടും. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. പക്ഷേ നമ്മൾ ഈ ഏപ്രിൽ 1 പൂൾ ദിനമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ വിഡ്ഢികളല്ലാന്ന് എല്ലാവർക്കും അറിയാം. സ്വയം നമ്മൾ വിഡ്ഢികളാവേണ്ട കാര്യമില്ല. വിഡ്ഢി ദിനമല്ല ഏപ്രിൽ 1. ഏപ്രിൽ 1 ആധ്യാത്മിക ദിനമാണ്. അന്ന് നമ്മൾ വിഡ്ഢികളാവാതെ ഭഗവാനെ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ നല്ല ഉന്നതിയിലേക്ക് വരണം. അപ്പം നമ്മൾ ആധ്യാത്മിക ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാടുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് അങ്ങനെ കിട്ടാൻ കാരണം പല ആത്മീയ ആചാര്യന്മാർ ഇവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ടും പല ആത്മീയ കാര്യങ്ങൾക്ക് നമ്മുടെ ജില്ലയിൽ തുടക്കം കുറിച്ചു എന്നതുകൊണ്ടും ഒക്കെയാണ് നമുക്ക് ആ ബഹുമതി കിട്ടിയത്. അപ്പം അത് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ വരും തലമുറ അതിനെ സൂക്ഷിക്കണം. എല്ലാവരും ഈ ദിവസം ആധ്യാത്മിക ക്ലാസ്സുകൾ, ഭഗവത്ഗീത ക്ലാസ്സുകൾ തുടങ്ങുക, ആത്മീയ പഠന ക്ലാസ്സുകൾ തുടങ്ങുക, ആത്മീയമായ കാര്യങ്ങളും വേണ്ടി ഒത്തുചേരുക, എല്ലാവരും സന്തോഷമായത് ആഘോഷിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഒന്നുകൂടി ആധ്യാത്മിക ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.